Hello everybody, welcome to English speaking course. ഈ ക്ലാസ് ബിഗിനേഴ്സിനുള്ള ക്ലാസ് ആണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊണ്ടുവരാനുള്ള കാരണം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിനായിരുന്നു എവിടെ നിന്നാണ് ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. പ്ലസ് ഒരു ചെറിയ സെൻറ്റൻസും ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസ് എവിടെയാണ്, ആം എവിടെയാണ്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടതുള്ള കൺഫ്യൂഷൻസ് വരാറുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. പ്ലസ് ഞാൻ ഗ്രാമർ ഒന്നും പഠിപ്പിക്കാതെ തന്നെ നിങ്ങളെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാൻ പോകുകയാണ്. ഓൾസോ യു ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആഫ്റ്റർ ദിസ് ക്ലാസ്. ചെറിയ ചെറിയ സെൻറ്റൻസ് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും, നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും. സോ സ്റ്റേ കോൺഫിഡൻറ്റ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങളെ ഡൗട്ട്സ് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സീരീസ് കൊണ്ടുവന്നത്. കൂടാതെ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് പേടിക്കേണ്ട, അവർക്കുള്ള ഡെയിലി യൂസ് സെൻറ്റൻസസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐ ആം, നിങ്ങൾക്കിവിടെ എഴുതിയത് വായിക്കാം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. ഇംഗ്ലീഷിൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ആം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? എന്നുള്ളത് പറയാനാണ് നമ്മൾ ആം യൂസ് ചെയ്യാറുള്ളത്. സെൻറ്റൻസിൽ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഐ ആം റിയ. ഐ ആം എ ഗേൾ. ഐ ആം ഫ്രം ഇന്ത്യ. ഞാൻ 3 കാര്യം ഇവിടെ പറഞ്ഞു. ഐ ആം റിയ, ഞാൻ റിയ ആണ്. കണ്ടില്ലേ ആ സ്ട്രക്ചർ? നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? നമ്മൾ ഐ പറഞ്ഞു, ആം പറഞ്ഞു, പിന്നെ നമ്മളെ പേര് പറഞ്ഞു. ഞാൻ റിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഐ ആം എ ഗേൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പെൺകുട്ടിയാണ്. ഞാനും ആന്നും ഇംഗ്ലീഷിൽ അടുപ്പിച്ചിട്ട് പറയണം. ഐ കഴിഞ്ഞാൽ തന്നെ ആം എന്ന് വരണം. സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലല്ല, മലയാളത്തിൽ വരും പോലെ അല്ല. ഐ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആം എന്ന് പറയണം. ഐ ആമിൻ്റെ കൂടെയാണ് പോകേണ്ടത്. ആം നമുക്ക് വേറെ ഏത് വാക്കിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റൂല. ആം അതിൻ്റെ കൂടെ തന്നെ പോകും എപ്പോഴും. സോ ആം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുമ്പേ ഐ വന്നിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഐ വന്നിരിക്കണം. ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഐ ആം ഫ്രം ഇന്ത്യ. 3 കാര്യം നിങ്ങളെക്കുറിച്ച് പറയാൻ പഠിച്ചു. ഐ ആം റിയ, നിങ്ങളെ പേര് പറയുമ്പോൾ അവിടെ ഐ ആം എ ഗേൾ. ഐ ആം ഫ്രം ഇന്ത്യ. അപ്പോൾ 3 കാര്യം നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളെപ്പറ്റി പറയാം. ഇതിൽ തെറ്റ് വരുത്താനില്ല. ഐ പറയാം, എം പറയാം, അത് കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യം പറയാം. വീണ്ടും നമുക്ക് കുറച്ചും കൂടെ കാര്യം അങ്ങനെ പറയാൻ പറ്റും. ഐ ആം ടയേർഡ്, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. ഐ ആം തേഴ്സ്റ്റി, എനിക്ക് ദാഹിക്കുന്നു. സോ ഇത്രയും കാര്യം ക്ലിയർ ആയി. ഐൻ്റെ കൂടെ നമ്മൾ വേണം ആം ചേർക്കാൻ, പിന്നെ പറയേണ്ട കാര്യം വേണം പറയാൻ. ഇനി നമുക്ക് ഹീ നോക്കാം. ഹീ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ ഇവൻ. അപ്പോൾ ഹീ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയുക? ഹീ ഈസ് ജോൺ, അവൻ ജോൺ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആണെന്ന് പറയാൻ നമ്മൾ ഈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ആം ആണ് യൂസ് ചെയ്തത് അതിൻ്റെ കൂടെ. അപ്പോൾ ഹീ വരുമ്പോഴത്തേക്കും നമ്മൾ ഈസാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി. ഹീ വരുമ്പോൾ നമ്മൾ ഈസാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്ര മാത്രമേ അതിൽ ഗ്രാമർ വരുന്നുള്ളൂ. നമ്മളെ മനസ്സിൽ അത് ഓർത്ത് വെച്ചാൽ മതി. ഹീ പറയുമ്പം ഈസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവനെക്കുറിച്ച് പറയുമ്പം ഹീ ഈസ്. ഇത്രയും മനസ്സിൽ വെച്ചിട്ട് നമുക്കിനി സെൻറ്റൻസസ് ആക്കി നോക്കാം. ഹി ഈസ് ജോൺ, അവൻ ജോൺ ആണ്. ഹി ഈസ് എ ബോയ്, അവനൊരു ആൺകുട്ടിയാണ്. ഹി ഈസ് ഫ്രം ഇന്ത്യ, അവൻ ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം ഇന്ത്യ യൂസ് ചെയ്തു. അത് നേരത്തെയും നമ്മൾ യൂസ് ചെയ്തിന്. ഇതുപോലെ സെൻറ്റൻസ് മനസ്സിൽ പഠിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഹീനെ കുറിച്ച് പറയാം. ഇനി കുറച്ചും കൂടെ കാര്യം നമുക്ക് പറഞ്ഞു നോക്കാം. ഹി ഈസ് ടയേർഡ്, അവന് ഭയങ്കര ക്ഷീണമാണ്. ഹി ഈസ് തേഴ്സ്റ്റി, അവന് ദാഹിക്കുന്നു. ഹി ഈസ് ഹംഗ്രി, അവന് വിശക്കുന്നു.
സോ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. പറയാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഹീ പറഞ്ഞു, ഈസ് പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള കാര്യം അവിടെ പറഞ്ഞു. സോ നിങ്ങൾ ഇത്രയും പഠിച്ചു. അതിൻ്റെ കൂടെ ആം, ഹീൻ്റെ കൂടെ ഈസ്. ഓക്കെ, നമുക്കിനി ഷീ നോക്കാം. ഹീൻ്റെ പോലെ തന്നെയാണ് ഷീൻ്റെ റൂൾസും. ഷീ എന്ന് പറഞ്ഞാൽ അവള് അല്ലെങ്കിൽ ഇവള്. നമുക്ക് വേഗം ഷീ നോക്കാം. ഷീ ഈസ് ഡയന. അവള് ഡയനയാണ്. ഷീ ഈസ് എ ഗേൾ. അവള് ഒരു പെൺകുട്ടിയാണ്. ഷീ ഈസ് ഫ്രം ഇന്ത്യ. അവള് ഇന്ത്യയിൽ നിന്നാണ്. കണ്ടില്ലേ, ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ എവിടെയും തെറ്റാനില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യം നമുക്ക് പറയാം. ഷീ ഈസ് ടയേർഡ്. അവക്ക് ക്ഷീണമാണ്. ഷീ ഈസ് തേഴ്സ്റ്റി. അവക്ക് ദാഹിക്കുന്നു. ഷീ ഈസ് ഹംഗ്രി. അവക്ക് വിശക്കുന്നു. സോ അതിനെക്കുറിച്ച്, ഹീനെക്കുറിച്ച്, ഷീനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഹീൻ്റെ പോലെ തന്നെ ഷീൻ്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസാണ്. സോ ഈസ് എവിടെയാണ് യൂസ് ചെയ്യുക? ഇത്ര വരെ നിങ്ങൾക്ക് ക്ലിയർ ആയി. ഷീ ഈസ് എന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. സോ ലെറ്റ്സ് മൂവ് ഓൺ. വരൂ, നമുക്ക് അടുത്തത് പഠിക്കാം. നമുക്ക് അടുത്തത് യു പഠിക്കാം. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നീ അല്ലെങ്കിൽ നിനക്ക്, അതൊക്കെ പറയാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ യു യൂസ് ചെയ്യാറുള്ളത്. യു ആർ എ ഗേൾ. നീ ഒരു പെൺകുട്ടിയാണ്. യു ആർ എ ഗുഡ് ഗേൾ. നീ ഒരു നല്ല പെൺകുട്ടിയാണ്. യു ആർ മൈ ഫ്രണ്ട്. നീ എൻ്റെ സുഹൃത്താണ്. സോ നമ്മൾ കണ്ടില്ലേ, യു പറയുമ്പം നമ്മൾ ആറാണ് അവിടെ യൂസ് ചെയ്തത്. ഇത്ര വരെ നമ്മൾ ഹീൻ്റെ കൂടെയും ഷീൻ്റെ കൂടെയും നമ്മൾ ഈസാണ് യൂസ് ചെയ്തത്. യു വരുമ്പം നമുക്ക് ആണെന്ന് പറയാൻ യു ആർ എ ഗേൾ. നീ ഒരു പെൺകുട്ടിയാണ്. അവിടെ ആണെന്ന് പറയാൻ നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിൽ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. യു എന്ന് പറഞ്ഞാൽ ആറ്. യു പറഞ്ഞു കഴിഞ്ഞാൽ ആറ്. യു ആർ എ ഗേൾ. യു ആർ ഫ്രം ഇന്ത്യ. യു ആർ എ ഗുഡ് ഗേൾ. അങ്ങനെ പല പല കാര്യം നമുക്ക് പറയാം. യുവിൻ്റെ കൂടെ ഈസ് യൂസ് ചെയ്താൽ അത് തെറ്റാണ്. അവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്സ് ബിഗിനിങ്ങിൽ വരുത്താറുള്ളത്. സോ ഇത്ര വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ. വീനെ നോക്കാം ഇനി. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. വി ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അവിടെ ആണെന്ന് പറയാൻ നമ്മൾ ആറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ യൂല് യൂസ് ചെയ്ത പോലെ തന്നെ വീലും നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഈസ് അല്ലെങ്കിൽ ആം യൂസ് ചെയ്യാൻ പാടില്ല. സോ വീൻ്റെ കൂടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അത് മനസ്സിൽ ഓർത്ത് വെക്കണം. നമുക്കിനി വേറെ സെൻറ്റൻസസ് പഠിക്കാം. വി ആർ ഫ്രണ്ട്സ്. നമ്മൾ ഫ്രണ്ട്സാണ്. വി ആർ ഫ്രം ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്. വി ആർ ഹംഗ്രി. നമുക്ക് വിശക്കുന്നു. വി ആർ തേഴ്സ്റ്റി. നമുക്ക് ദാഹിക്കുന്നു. വി ആർ ടയേർഡ്. നമുക്ക് ക്ഷീണം വരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ഷീണമാണ്. സോ നമ്മൾ ഇത്രയും പഠിച്ചു. വീൻ്റെ കൂടെ ആറ്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് അഹെഡ്. ദേ. ദേ എന്ന് പറഞ്ഞാൽ അവർ. ദേ ആർ ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സാണ്. വീൻ്റെ പോലെ യുവിൻ്റെ പോലെ ദേൻ്റെ കൂടെയും നമ്മൾ ആറാണ് ചേർക്കേണ്ടത്. ദേ ആർ ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ആണ്. ദേ ആർ ഫ്രം ഇന്ത്യ. അവർ ഇന്ത്യയിൽ നിന്നാണ്. സോ അവരെക്കുറിച്ച് പറയുമ്പോൾ ദേ പറഞ്ഞതിന് ശേഷം നമ്മൾ ആറ് പറയണം, പിന്നെ ബാക്കി കാര്യം പറയണം. സോ ദേ ആറിന് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കണം. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. ഏതെങ്കിലും ഒരു സാധനത്തിനെ പറ്റിയിട്ട് പറയാനാണ് നമ്മൾ ഇറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറുള്ളത് ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ഇറ്റിൻ്റെ കൂടെ എപ്പോഴും ഈസാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇറ്റിൻ്റെ കൂടെ ആറ് യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഈസ് a ball. ഇതൊരു ബോൾ ആണ്. ഇറ്റ് ഈസ് a pen. ഇതൊരു പെന്ന് ആണ്. ഇറ്റ് ഈസ് a car. ഇതൊരു കാറ് ആണ്. സോ നമുക്ക് മനസ്സിലായി ഇറ്റിൻ്റെ കൂടെ ഈസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ദിസിൻ്റെ കാര്യം. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. ദിസ് ഈസ് a pen.
ഇതൊരു പെന്നാണ്. ദിസ് ഈസ് എ ബോൾ. ഇതൊരു ബോളാണ്. ദിസ് ഈസ് എ കാർ. ഇതൊരു കാർ ആണ്. സോ ദിസ് പറയാ, ഈസ് പറയാ, പിന്നെ ബാക്കിയുള്ള സാധനത്തിന് പേര് അവിടെ പറയാ. ഒന്നായോണ്ട് ആ എന്നുള്ളത് അതിൻ്റെ മുന്നേ ചേർക്കുക. അതുപോലെ തന്നെ ആണ് ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. നമ്മളെടുത്തല്ല കുറച്ച് ദൂരെയുള്ള സാധനങ്ങൾ പറയാനാണ് നമ്മൾ ദാറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ആ ദൂരെയുള്ള സാധനം ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നോട്ട് മോർ ദാൻ വൺ, ഓൺലി വൺ. സോ ദാറ്റ് ഈസ് എ ബോൾ. അതൊരു ബോളാണ്. ദാറ്റ് ഈസ് എ പെൻ. അതൊരു പെന്നാണ്. ദാറ്റ് ഈസ് എ കാർ. അതൊരു കാറാണ്. സോ നമ്മൾ ഇത്രയും പഠിച്ചു. ഈസ് ഏതിൻ്റെ കൂടെ, ആർ ഏതിൻ്റെ കൂടെ, എം ഏതിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ഒന്നും കൂടെ ചെറുങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാം. ദ തിങ്സ് വിൽ ബി വെരി വെരി ക്ലിയർ ഫോർ യു ആൾ. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഐ ആം, പിന്നെ ബാക്കി കാര്യം. അതുപോലെ തന്നെ ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദാറ്റ് ഈസ്, ദിസ് ഈസ്. സോ കണ്ടില്ലേ, അതിൻ്റെ കൂടെ മാത്രമാണ് ആം, ബാക്കി എല്ലാത്തിൻ്റെ കൂടെ ഈസാണ്. ആറ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്തത് ഓർക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? യെസ്, യു ആർ, വി ആർ, ദേ ആർ. ഇനി അടുത്ത പ്രാവശ്യം ഈസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ആം എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തെറ്റില്ല. സോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലത്തെ സെൻറ്റൻസ് ഇതിൻ്റെ നെക്സ്റ്റ് സെഷനും അടുത്ത് തന്നെ വരേണ്ടതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.